പ്രതിയായ ഗോവിന്ദചാമിയെ ജയിലിൽ എത്തിച്ച് തെളിവെടുത്തു. ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദചാമിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി KV ബൈജുവും VV വിനോദും ചേർന്നു. ബൈജു, ഏറെ ഒരു 12 മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് നാടകീയമായ ഒരു ദിവസത്തിന്റെ അവസാനം ഇപ്പോൾ 14 ദിവസത്തേക്ക് ഗോവിന്ദചാമിയെ റിമാൻഡ് ചെയ്തു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമിയെ പോലെ പുറം ലോകം കാണരുതെന്ന് കോടതി നിർദ്ദേശിച്ച ഒരു പ്രതി ചാടിപ്പോയത് ചില്ലറ നാണക്കേടല്ല ജയിൽ വകുപ്പിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു കണ്ണൂരിൽ? തീർച്ചയായും ശ്രീജ, ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ 14 ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇനി ജയിൽ മാറ്റം സംബന്ധിച്ച് ജയിൽ വകുപ്പുമായി ആലോചിച്ച് മാത്രമേ തീരുമാനമുണ്ടാകൂ. പ്രധാനമായും ഇയാളുടെ മൊഴി ജയിൽ ചാടിയത് ഈ കണ്ണൂരിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം എന്നാണ്. അതോടൊപ്പം ഒരു സഹതടവുകാരനുമായി ഇത്തരത്തിൽ കൂടിയാലോചന നടത്തി. പക്ഷേ അയാൾക്ക് ഇയാളുടെ ഒപ്പം ജയിലിൽ നിന്നും കടക്കാൻ സാധിച്ചിട്ടില്ല. തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു തീരുമാനം. ഈ പകൽ ഇത്തരത്തിൽ ഒളിച്ചിരുന്ന് അതിനുശേഷം രാത്രി രക്ഷപ്പെടുക, ഇതായിരുന്നു ഇയാൾ മൊഴി. പക്ഷേ ഇപ്പോഴും ഇത് വിശ്വസിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളുള്ളത്. എങ്ങനെയാണ് ഒരു മാസം അല്ലെങ്കിൽ ഇത്ര സമയമെടുത്ത് ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ഒരു കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള സ്ഥലത്ത് ഒരു പ്രതിക്ക് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഇതിൽ ഈ കൃത്യമായൊരു ഉത്തരം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു ജയിൽ മാറ്റത്തിന് വേണ്ടി ജയിൽ ചാടുന്നു. മാത്രമല്ല ഒരു സഹതടവുകാരൻ മാത്രം വിചാരിച്ചാൽ അതീവ സുരക്ഷാ മേഖലയായ ഇത്തരത്തിലുള്ള ഒരു സെല്ലിൽ നിന്നും പുറത്തേക്ക് എങ്ങനെ കടക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇതിനൊരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. കൃത്യമായൊരു ഉത്തരം പോലീസിന്റെ ഭാഗത്ത് ഇത് ലഭിച്ചിട്ടില്ല. ഇതിൽ ആരുടെയൊക്കെ ഉദ്യോഗസ്ഥരുടെ ഒരു സഹായമുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചന ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും രാവിലെ 9 മണിയോടുകൂടിയാണ് പോലീസ് നായ ഇത്തരത്തിൽ പരിശോധന നടത്തി കൃത്യമായി ഇയാൾ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോലീസ് നായ എത്തിയതും അതോടൊപ്പം ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത്. ദൃക്സാക്ഷി കൃത്യമായി ഇയാളെ കാണുകയും ഗോവിന്ദചാമിയെ തിരിച്ചറിയുകയും ചെയ്യുകയായിരുന്നു. അതായത് ആ പോലീസ് പുറത്തുവിട്ട ഫോട്ടോവും ഇയാളെയും കണ്ടുകഴിഞ്ഞാൽ ഒരു സാമ്യമില്ല. അത്രത്തോളം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇയാൾ മാറിയിരിക്കുന്നു. അങ്ങനെ ഇയാളെ കണ്ടെത്തുകയും ഇയാളെ പേര് വിളിച്ചപ്പോൾ ഈ ഒരു സ്ഥലത്ത് ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഇയാൾ കയറിയായിരുന്നു. അവിടെ പിന്നീട് വളഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒരു കിണറ്റിലേക്ക് ചാടുന്നത്. എന്തായാലും 4 മണിക്കൂറിനകം തന്നെ ഇയാളെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്. കാരണം അത്രത്തോളം ആശങ്കയാണ് ഇയാൾ ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന് കേട്ടപ്പോൾ പൊതുവെ ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് ആ പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളാണ് വലിയ ആശങ്കയിലായിരുന്നു. ഇത്തരത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും ക്രൂരമാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ 10:45 ഇയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുന്നു. അതിനുശേഷം ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ജയിലിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇയാൾ രക്ഷപ്പെട്ട് ആ ഒളിവിലുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇയാൾ എത്തിച്ചിട്ടില്ല. അത് മാത്രമല്ല ഇയാളുടെ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തൂങ്ങിയ ഒരു സ്ഥലമുണ്ട്. അവിടെയൊന്നും ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചിട്ടില്ല. ജയിലിനകത്താണ് തെളിവെടുപ്പ് നടത്തിയത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്, ജയിലിനകത്ത് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ആകെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു 4 കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ അതിനും അപ്പുറം ഇതിൽ ആരൊക്കെയോ ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് സംബന്ധിച്ച് പോലീസ് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അത്തരം നടപടികൾ ഏതെങ്കിലും നടപടികളിലേക്ക് കടക്കുമോ അല്ലെങ്കിൽ അത്തരം അന്വേഷണത്തിൽ കടക്കുമോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇപ്പോഴുമില്ല. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത്ര കാര്യങ്ങൾ മാത്രമാണ്. ഇയാൾ ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ശ്രമിച്ചത്. അതുകൂടാതെ പകൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ കുറ്റിക്കാടുകളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ വീടുകളിലോ താമസിച്ച് രാത്രി യാത്ര അങ്ങനെയായിരുന്നു ഇയാൾ പദ്ധതിയിട്ടതെന്നാണ്. ഈ സഹതടവുകാരൻ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സഹതടവുകാരൻ ഇയാളെ സഹായിച്ചിരുന്നു. പക്ഷേ അയാൾക്ക് ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതിനും അപ്പുറം കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കുന്നതും. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. VV വിനോദ് കൂടി. വിനോദ്, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഒരു സ്ട്രക്ചർ പരിശോധിച്ചാൽ അത്ര എളുപ്പമല്ല ഗോവിന്ദചാമിയെ പോലെ ഒരാൾക്ക് ആ ജയിലിന്റെ ഏറ്റവും പുറത്തെ 7 അടി ഉള്ള മതിൽ മാത്രമല്ല, അതിനു മുമ്പത്തെ മതിലൊക്കെ കടന്ന് ആ നേരത്ത് ആരും അറിയാതെ പുറത്തെത്തുക എന്ന് പറയുന്നത് ആ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷേ ഇപ്പോൾ ഈ മൊഴിയിലെ വിവരങ്ങൾ അനുസരിച്ച് വലിയ നീണ്ട തയ്യാറെടുപ്പ് അതൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഇതിപ്പോൾ സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട്?
ശ്രീജ, ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ശക്തമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ ക്രിമിനലുകളുടെ കൂടാരമെന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ്. അതിപ്പോൾ വ്യക്തമായിരിക്കുന്നുവെന്നതാണ്. നേരത്തെ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടേക്ക് കൊണ്ടുവരിക, ആയുധങ്ങൾ കൊണ്ടുവരിക, തടവുകാർക്ക് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവിടെ എത്തുമ്പോൾ അവർക്ക് വഴിവിട്ട രീതിയിലുള്ള ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ആദ്യമായല്ല ഇങ്ങനെ ഒരു പ്രമാദമായ കേസിലെ പ്രതി അവിടെ നിന്ന് തടവ് ചാടുന്നത്. ഇതേ 10-ാം ബ്ലോക്കിൽ നിന്ന് നേരത്തെ 2012 റിപ്പർ ജയാനന്ദൻ തടവ് ചാടിയിരുന്നു. അന്നൊരു സഹ തടവുകാരനൊപ്പമാണ് അവിടെ നിന്ന് ചാടിപ്പോയത്. അതേ ബ്ലോക്കിലാണ് ഇപ്പോൾ വീണ്ടും ഈ തടവ് ചാറ്റം ഉണ്ടായിരിക്കുന്നത്. 1863 ഈ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നത്, ഇതിൻ്റെ ഒരു നിർമ്മാണം നടക്കുന്നത്. ഏതാണ്ട് 6 വർഷത്തിലധികം എടുത്താണ് ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിലാണ്. ഈ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പരിശോധിച്ചാൽ അവിടുത്തെ വാച്ച് ടവർ ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ കൃത്യമായി ആദ്യം കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ജയിലിനുള്ളിലെ ജയിൽ എന്നാണ് ഈ 10-ാം ബ്ലോക്കിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അത്രയും വലിയ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരിടമാണ്. ഒരു സെല്ലിൽ 1-2 പേരാണ്, പരമാവധി 3 പേർ മാത്രമാണ് ഈ വലിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ, അതോടൊപ്പം തന്നെ സഹതടവുകാരെ ആക്രമിക്കുന്നവർ, എപ്പോഴും ഈ അക്രമവാസന കാണിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുന്ന, കൊടും കുറ്റവാളികളെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് ആ ബ്ലോക്കിന് ചുറ്റും തന്നെ മതിലുണ്ട്. ആ മതിൽ ചാടിക്കടക്കണം. അതിനുശേഷമാണ് ഈ ക്വാറന്റൈൻ ബ്ലോക്ക് എന്ന് പറയുന്ന മറ്റൊരു ബ്ലോക്ക്. അവിടെ വർഷങ്ങളായി ഉപയോഗിക്കുന്നില്ല, ആളുകളെ പാർപ്പിക്കുന്നില്ല, അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന് വശത്തു കൂടിയാണ് ഈ കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമി പോയതെന്ന് കരുതുന്നു. ആ തരത്തിലുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് ഈ പ്രധാനമായ മതിൽക്കെട്ടിന് അടുത്തെത്തുന്നു. അവിടെ കമ്പ് ചാരി ഇതിന് മുകളിലേക്ക് കയറുകയും അവിടുത്തെ ഫെൻസിങ്ങിൽ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ തുണി കെട്ടി താഴേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ ആസൂത്രണത്തിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശരീരഭാരം കുറയ്ക്കുന്നതിന് ആഹാരക്രമത്തിൽ വലിയ മാറ്റം വരുത്തി ചോറ് ഒഴിവാക്കി ചപ്പാത്തിയിലേക്ക് മാറിയിരുന്നു. നമ്മൾ ജയിലിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്ന അവിടെ ഈ താടി വളർത്താൻ, അത് ഈ രൂപമാറ്റം വരുത്തുന്നതിനാണ്. ജയിൽ ചാട്ടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജയിൽ ചാടിക്കഴിഞ്ഞാൽ തന്നെ പിടിക്കാതിരിക്കുക എന്നൊരു ആലോചന കൂടി ഈ കുറ്റവാളിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താടി വളർത്തി. അവിടെ ഈ മതാചാരങ്ങൾ പിന്തുടർന്നവർക്ക് 2 സെൻറ്റിമീറ്റർ താടി വളർത്താൻ ജയിലിൽ അനുമതിയുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു മെഡിക്കൽ ഗ്രൗണ്ട് കൃത്യമായി ഗോവിന്ദസ്വാമി സൃഷ്ടിച്ചു എന്ന് തന്നെയാണ്. അവിടെയാണ് ഈ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഗോവിന്ദസ്വാമിക്ക് കിട്ടിയോ എന്നുള്ള സംശയം വരുന്നത്. ഈ കമ്പി മുറിച്ചു മാറ്റിയത്, ഹക്സോ ബ്ലൈഡ് വെച്ച് ഇത് മുറിച്ച് മാറ്റിയിട്ട് പിന്നീട് തുണി കൊണ്ട് ചുറ്റി വയ്ക്കുകയാണ്. അവിടെയും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുണ്ട്. കാരണം എല്ലാ ദിവസവും ഈ സൺറൈസിന് ഇത് തുറക്കുകയും അതിനുശേഷം വൈകുന്നേരം ഈ കുറ്റവാളിയെ അകത്താക്കി ഈ ഗേറ്റ് അടയ്ക്കുകയും ചെയ്യുമ്പോൾ അത് ശക്തമായി പിടിച്ച് കുലുക്കി നോക്കണം എന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ കമ്പിക്ക് ബലമുണ്ടോ എന്നത് പരിശോധിക്കണം. ഇവിടെ ഈ തുണി കെട്ടി വെച്ചിട്ട് പോലും അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് മറ്റൊരു വീഴ്ച. എല്ലാ ദിവസവും രാത്രി 3 തവണ പട്രോളിംഗ് നടത്തണം. അവിടെ റോന്ത് ഉണ്ടാകേണ്ടതാണ്. ആ റോന്ത് ഉണ്ടായില്ലെന്ന് വേണം കരുതാൻ. കാരണം 2 മണിക്കൂറോളം അവിടെ ഒളിച്ചിരുന്ന ശേഷമാണ് പിന്നീട് ജയിൽ ചാട്ടം നടക്കുന്നത്. പിന്നെയും 6 മണിക്കൂർ കഴിഞ്ഞാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ കഴിയുന്നത്. ആ തരത്തിൽ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.